ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4-5 വർഷം പൂഴ്ത്തിവെച്ചതിന് ശേഷം വെളിച്ചം കണ്ടു. ആരോ ഒരാൾ വിവരാവകാശ പ്രകാരം അറിയണമെന്ന് അവകാശപ്പെട്ടപ്പോൾ അത് വെളിച്ചം കണ്ടു. അപ്പോഴും അതിൽ നിന്ന് ഒരു 10-60 പേജ് ആരുടെയൊക്കെയോ പ്രതിച്ഛായ സംരക്ഷിക്കാനും ആരെയൊക്കെയോ സംരക്ഷിക്കാനും വേണ്ടി അത് പൂഴ്ത്തിവെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം മുന്നേ പറയണ കേട്ടു, പുതിയതായി ആരും തന്നെ മൊഴി കൊടുക്കാൻ വരുന്നില്ല, മാത്രവുമല്ല കൊടുത്തവരാരും കേസുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നതുകൊണ്ട് അത് വൈൻഡപ്പ് ചെയ്യുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അതൊരു പഠന റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലെ നടന്നു വരുന്ന സാമ്പത്തികവും ലൈംഗികവുമായ ചൂഷണങ്ങളും അതേപോലെ തന്നെ ഡിസ്പാരിറ്റീസും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു റിപ്പോർട്ട്, ഒരു പഠന റിപ്പോർട്ടാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ റിഫോർമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒരു നവീകരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പഠന കമ്മിറ്റി വന്നതും ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായതും വളരെ നല്ല ജസ്റ്ററാണ്, ഒരു പോസിറ്റീവ് ജസ്റ്ററാണ്, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മുടെ ആ വ്യവസായത്തെ നവീകരിക്കാം എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടി നടന്ന ഒരു പഠന കമ്മിറ്റിയുമാണ്, അതിൻ്റെ റിപ്പോർട്ടുമാണ്. എന്ന അർത്ഥത്തിൽ അത് വളരെ നല്ല കാര്യമാണ്. ഇനി അത് ക്ലോസ് ചെയ്താൽ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്നൊന്നും, എല്ലാം പഴയപടി ഒരു ആണധികാര വ്യവസ്ഥ അതിൽ തുടർന്നു പോകുമെന്ന് പൂർണ്ണമായും, അതായത് ഒരു 80% 75% തുടർന്നു പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കാലം ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, കാലം ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. വരുന്ന പെൺകുട്ടികളും ലീഗലി അവെയർ ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു 10-20 കൊല്ലത്തിന് ഉള്ളിൽ അത് വളരെയധികം മാറ്റം ഇവിടെ സംഭവിക്കാം. ഒരു ധ്രുവീകരണം സ്വാഭാവികമായി വരും. കാരണം ഒരു സന്ദേഹം വരും. ചിലപ്പോൾ തമാശ പറഞ്ഞത് അസോൾട്ടായി മാറാം, അല്ലെങ്കിൽ അട്രോസിറ്റി ആയിട്ട് മാറാം. എവിടെയാണ് ഇതിൻ്റെ ഈ ഡിമാർക്കേഷൻ എന്നുള്ളത് കൃത്യമായി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സ്ത്രീകളുടെ സിനിമ, പുരുഷൻ്റെ സിനിമ എന്ന രീതിയിൽ ഒക്കെ ആയി മാറാം. സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടൊരു പേടിയൊക്കെ വരും. അപ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവോൾവ് ചെയ്യാം. എന്താണെങ്കിലും അത്തരം ഒരു കമ്മിറ്റി രൂപീകരിച്ചതും അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതും ഒക്കെ വളരെ നല്ല കാര്യമാണ്. സർക്കാരിന് ഇങ്ങനെയൊക്കെ ചെയ്ത് സർക്കാരിനെ ഒന്നുകിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിൽ, ഒരു ഇഗാലിറ്ററിയൻ സമൂഹത്തിന് യോജിച്ച രീതിയിൽ നടപടിയെടുക്കാനും അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് തുടക്കം തന്നെ വേണ്ടാന്ന് വെക്കാമായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് 65 പേജസ് പൂഴ്ത്തി വയ്ക്കുക, മിസ് ചെയ്യുക, അതൊക്കെ ഈ സർക്കാരിനും വളരെയധികം ചിതപ്പേരുണ്ടാക്കുന്നൊരു സംഗതി തന്നെയായിരുന്നു. എന്താ അത്ര അധൈര്യപ്പെടുന്നത്? സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നവർ ഇത്രയധികം അധൈര്യപ്പെടാൻ കാരണം എന്താ? ഒരു നിലപാടെടുത്തു അല്ലെങ്കിൽ ഒരു നടപടിയെടുത്തു എങ്കിൽ അതുമായി മുന്നോട്ട് പോവല്ലേ. കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നില്ല, എന്താ അർത്ഥം? അതെന്താ കാര്യം? അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, ആ ജഗപൊകയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. അതാദ്യം ഒരു കാര്യം, ഞങ്ങൾ സ്ത്രീ സുരക്ഷ സർക്കാരാണെന്ന് വരുത്തി വയ്ക്കാനും അന്തിമമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് വോട്ടുകളാണ്. ആ സ്ത്രീ വോട്ടുകളുടെ, സ്ത്രീകൾ കൂടുതൽ വരുന്ന ഒരു സമൂഹത്തിലെ സ്ത്രീ വോട്ടിനെ കണ്ണുവെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ കണ്ണു നട്ടിട്ട് ഉണ്ടാക്കുന്ന കുറേ ചപ്പടാച്ചുകളെന്നേ എനിക്കിപ്പോൾ തോന്നിയുള്ളൂ.
അതുമായി അല്ലെങ്കിൽ കൃത്യമായി മുന്നോട്ട് പോകേണ്ടിയിരുന്നു. ഞാൻ പറയട്ടെ, മൊഴി കൊടുത്ത പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. കാരണം സാധാരണ വളരെ മീക്ക് ആൻഡ് ജെന്റിൽ, വളരെ സാധാരണ ആയിട്ടുള്ള പെൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും. വീട്ടിൽ ജീവിക്കാൻ കാശുണ്ടാവില്ല, ഒട്ടും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രക്ഷിതാക്കളുണ്ടാവില്ല, സ്വന്തം നിലയ്ക്കും അത്രയ്ക്കും വലിയ പേരുണ്ടാവില്ല. അവരെയൊക്കെ പിടിച്ചു നിന്നാൽ തന്നെ, അവിടെയൊക്കെ തൊഴുതു നിന്നാൽ തന്നെ ജോലി, സിനിമാ മേഖലയിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവനം തന്നെ ത്രെറ്റ് ഉണ്ടാവാം. അവർക്ക് സ്വാഭാവികമായും അവരുടെ മൊഴിയുമായും അവരുടെ കേസുമായും മുന്നോട്ട് പോകാനുള്ള സന്ദേഹങ്ങളും പേടികളും ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു സർക്കാരിൻ്റെ മുന്നിലെ ഒരു കൊടുത്ത മൊഴികൾ വളരെ ഭീതിതമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഭയാനകമായ, ക്രൂരമായ, അസോൾട്ടിന് വിധേയപ്പെട്ട സ്ത്രീകളുടെ മൊഴികൾ സർക്കാരിൻ്റെ മുന്നിലെത്തുമ്പോൾ സർക്കാരിന് സ്വമേധയാ അതുമായി മുന്നോട്ട് പോകേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. പോലീസിന് സ്വമേധയാ മുന്നോട്ട് പോകേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. സ്ത്രീകൾ എന്തിനാ വരുന്നത്? തങ്ങളുടെ മുന്നിലൊരു ക്രൈം എക്സ്പോസ്ഡ് ആയാൽ, ആ ക്രൈം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനായിട്ട് സർക്കാരിന് ബാധ്യതയുണ്ട്, ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്, പോലീസിന് ബാധ്യതയുണ്ട്. ഇനി പെണ്ണുങ്ങൾ സന്ദേഹിക്കുന്നു അല്ലെങ്കിൽ ഭയക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഭരണകൂടത്തിനും കളങ്കമല്ലേ, ചീത്തപ്പേരല്ലേ? സന്ദേഹമില്ലാതെ, ഭയമില്ലാതെ താൻ അനുഭവപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ തനിക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ താൻ നേരിട്ട ഒരു നീതി നിഷേധം, അത് ആയി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഓരോ പൗരനും ഉണ്ടാക്കി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പോലീസിൻ്റെയൊക്കെ ഉത്തരവാദിത്തമല്ലേ? പേടിച്ച് പിന്മാറി നിൽക്കുന്നു, പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ത്രെറ്റിലെ ആണെന്നല്ലേ അർത്ഥം? ഡെമോക്രസി ഈസ് ഇൻ പെറിൽ എന്നല്ലേ അർത്ഥം? ഇവിടെ ഡെമോക്രസി ഇല്ല, നെയിംസേക്ക് മാത്രമേ, നാമമാത്രമായൊരു ജനാധിപത്യം മാത്രമാണ് ഇവിടെ ഉള്ളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുമ്പോഴല്ലേ ജനാധിപത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വരൂ. ഭയമില്ലാതെ ജനങ്ങൾ മുന്നോട്ട് വന്ന് തനിക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ അനീതി അനുഭവപ്പെടുന്നുണ്ട്, നീതി നിഷേധമുണ്ട്, അല്ലെങ്കിൽ ചിലർ കൂടുതൽ സമന്മാരാണ്, ഇന്ന ആളുകൾക്ക് എന്തും ചെയ്യാമെന്നൊരവസ്ഥ അവിടെ ഉണ്ട് എന്ന് ഒരു പൗരനെ എന്ന് പറയാനുള്ള ഒരു അവസരം ഒരു പൗരന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ ജനാധിപത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇവിടെ പുലരുന്നുള്ളൂ. ഭരണകൂടം അത് ഒരുക്കി കൊടുക്കുമ്പോഴല്ലേ ഒരു യഥാർത്ഥ സർക്കാർ, ഒരു ജനാധിപത്യ സർക്കാർ ആവുകയുള്ളൂ. പോലീസ് അതോടൊപ്പം തന്നെ ഇരയ്ക്കൊപ്പവും അല്ലെങ്കിൽ സാധാരണ പൗരന്മാർക്കൊപ്പം നിൽക്കുമ്പോഴല്ലേ ജനാധിപത്യം ഉണ്ടാവുന്നുള്ളൂ. ഭയപ്പെട്ട് നമ്മൾ പിന്നോക്കം നിൽക്കുന്നു എന്നർത്ഥം ഇവിടെ ജനാധിപത്യം ഇല്ല, ഇവിടെ പണാധിപത്യമാണ് എന്നല്ലേ? അല്ലെങ്കിൽ ചിലരുടെ മാത്രം സർക്കാരാണ്, ചിലരുടെ മാത്രം ഭരണമാണ്, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം ഒരു ഭരണകൂടമാണ് ഇവിടെ എന്നുള്ളതല്ലേ ഇത് മനസ്സിലാക്കുന്നത്. സർക്കാർ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി, വളരെ വിപ്ലവാത്മകമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി, ശരി തന്നെ. പക്ഷെ മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇരകൾ പിൻവാങ്ങിയാലും പിന്നെ തെളിവെടുപ്പുകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ സംഗതികളാണ്. തെളിവെടുപ്പുകളൊക്കെ ഇതാണ്. പക്ഷെ തെളിവുള്ളതിനെങ്കിലും അവർക്ക് അതുമായി മുന്നോട്ട് പോകേണ്ടതല്ലേ? അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് ഒരു പഠന റിപ്പോർട്ടായിട്ട് മാറി, വളരെ നല്ലത്. മാറിയതല്ല, അതൊരു പഠന റിപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായതിന് നമ്മൾ വളരെയധികം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല, അത് ഇവിടെ ഉണ്ടായി എന്നുള്ളതും വലിയ കാര്യം തന്നെ. ഇവിടുത്തെ നടികളത് ഉറക്കെ തുറന്നു പറയാൻ അവർക്കൊരു അവസരം ഉണ്ടായി എന്നുള്ളതും നല്ല തന്നെ. കേരളത്തിലായതുകൊണ്ട് ഏതൊക്കെ നടന്നു എന്ന് പറയാം. പക്ഷെ അങ്ങനെ നമ്മൾ കമ്പാരിസൺ ഷുഡ് നോട്ട് ബി ഡൺ ടു ദ വേഴ്സ്റ്റ്. കേരളത്തിൽ അത് നടന്നില്ലേ എന്നല്ല, കേരളത്തിൽ അത് അങ്ങനെ ഒരു ജസ്റ്റ് ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോയി അതിന് വേണ്ട രീതിയിൽ ചെയ്യണമായിരുന്നു. കേരളത്തിൽ നമ്മൾ UPയോട് കമ്പയർ ചെയ്തിട്ടല്ല, നമ്മൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് നമ്മൾ കമ്പാരിസൺ ഷുഡ് ബി ഡൺ ടു ദ ബെസ്റ്റ് ആൻഡ് നോട്ട് ടു ദ വേഴ്സ്റ്റ്. ഇവിടുന്ന് കൂടുതൽ മെച്ചപ്പെടുക, ഇറങ്ങിയ സ്ഥിതിക്ക് അതിൻ്റെ ഫലം കണ്ടുവരിക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ണിൽ പൊടിയിട്ടു, ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ ലക്ഷ്യം
എന്ന് പറയുന്നവർ ഒരു ചപ്പടാച്ചി കാണിച്ച് അപ്പോൾ അതൊക്കെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സമീപിച്ച കോടതികളും സമീപിച്ച പോലീസ് സ്റ്റേഷനിലൊന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ആരുടെ കൂടെയാണ് തട്ടിപ്പറിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു. അയാൾ എൻ്റെ ഒരു 45 സെൻറ്റ് സ്ഥലം തട്ടിയെടുത്ത ആളാണ്, എൻ്റെ ഭർത്താവിൻ്റെ. ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ടതായ സ്ഥലം. അയാളെ ഏറ്റവും വലിയ മഹാനായിട്ടൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നുമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒപ്റ്റിമിസ്റ്റിക്കാണ്, വളരെ ഒപ്റ്റിമിസ്റ്റിക്കാണ്. കാലം മാറും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കുറച്ചു കാലം കൂടി ഈ അന്യായവും അനീതിയും ഇവിടെ കൊടികുത്തി വാഴുമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് നല്ല രീതിയിലേക്കല്ല ഈ പോക്ക് എന്നുള്ളത്. പിന്നെ കുറച്ച് യുവത, കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവത വന്ന് ഇവിടെ എന്തെങ്കിലും മാറ്റി മറിക്കുകയാണെങ്കിൽ നടന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ എനിക്ക് ആ പാർവതി തിരുവത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് വളരെയധികം ബഹുമാനമാണ്. കാരണം ആ ഒരു കൊച്ചു പെൺകുട്ടിയാണ്, വളരെ വെൽ റെഡാണ്, അവർ അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. ആ കുട്ടി വന്ന് ഇത്രയും കാര്യങ്ങൾ, ആ കുട്ടിയുടെ ഒരു ധീരത കൊണ്ട് മാത്രം, എഫേർട്ടും കൊണ്ട് മാത്രം ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു. പക്ഷേ ആ കുട്ടിക്കും പരിമിതികൾ വരികയാണ്. കാരണം ഇവിടെ കാശുള്ളവൻ തന്നെയാണ് ഭരിക്കുന്നത്. അപ്പം ഞാനിപ്പോഴും നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കവിത ഓർക്കുകയാണ്, വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. ഭയം ഇല്ലാത്ത സ്ഥലത്തെ അല്ലേ ജനാധിപത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വരുള്ളൂ. ഞാൻ ഭരണകൂടത്തോട് ചോദിക്കുകയാണ്, ഭയപ്പാട് കൊണ്ട് മൊഴി തരാൻ വരുന്നില്ല, ഭയപ്പാട് കൊണ്ട് സ്ത്രീകൾ കേസുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഭയമില്ലാതെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ ഭയമില്ലാത്തൊരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ. സ്ത്രീകളെ മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കുട്ടികളെയൊക്കെ മനുഷ്യജീവികളായിട്ടും വികാരമുള്ളവരായിട്ടും കണക്കാക്കൂ. അവർക്കും അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. നന്ദി, നമസ്കാരം.